നമസ്കാരം, ദ ടോക്കിലേക്ക് സ്വാഗതം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, മുസ്ലിം സ്ത്രീക്ക് കോടതി പോവാതെ തലാഖ് ചൊല്ലാൻ പറ്റുമോ, വിവാഹമോചനം നടത്താൻ പറ്റുമോ? സാധാരണ മുസ്ലിം പുരുഷന്മാർക്ക് കോടതി പോവാതെ വിവാഹമോചനം നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. തലാഖ് എന്നാണല്ലോ അതിന് പറയുന്നത്. ഇപ്പം അടുത്ത് മുത്തലാഖ് നിരോധിച്ച ഒരു പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ചർച്ചയും ഒക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമാവും. അപ്പോൾ ഈ അടുത്ത് ഒരു കോടതി വിധി വന്നു എന്ന് പലരും പറയുന്നു. വക്കീലെ, എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ട് വലിയ ശല്യമാണ്, ഒരുമിച്ച് ജീവിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്, എന്നാൽ അയാളോട്ട് ഒഴിവാക്കി തരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കോടതി പോവാതെ വിവാഹമോചനം നടത്താൻ പറ്റുമോ? മുസ്ലിം ഭർത്താക്കന്മാർ തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തുന്നത് പോലെ ഞങ്ങൾക്ക് ബന്ധം വേർപ്പെടുത്താൻ പറ്റുമോ? ഇപ്പം അടുത്തൊരു കോടതി വിധിയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് പല സംശയങ്ങളും എന്നോട് പലരും ചോദിക്കാറുണ്ട്. എന്തായാലും അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കാണുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എന്നെ ബന്ധപ്പെട്ടോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ ഒക്കെ ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ മറുപടി പറയും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇന്ത്യയിൽ പേഴ്സണൽ ലോക്ക് പ്രാധാന്യമുള്ള, പേഴ്സണൽ ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന, അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതാത് മതവിശ്വാസികൾക്ക് ഇത്തരം കാര്യത്തിൽ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, സ്വത്തവകാശം തുടങ്ങിയിട്ടുള്ള കാര്യത്തിലൊക്കെ അവരവരുടെ മതത്തിൽ പറയുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങളും ആചാരങ്ങളുമാണ് ബാധകമായിട്ടുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ശരീഅത്ത് നിയമമാണ് ബാധകമായിട്ടുള്ളത്. മുസ്ലിം ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ള അതേപോലുള്ള ശരീഅത്ത് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെ പോലെ അല്ല. ഇന്ത്യയിലത്തെ മുസ്ലിം മത നിയമം ഇന്ത്യയിലെ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടതാണ്. ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ആ തർക്കം തീരുമാനിക്കുന്നതിന് ആധാരമാക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്: ഖുർആൻ, ഹദീസ്, ഇജ്മ, ഖിയാസ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങളുടെ വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ്. എന്നാൽ പല കാര്യത്തിലും ചിലപ്പോൾ ഖുർആൻ കൊണ്ട് മാത്രം വ്യക്തമായിരിക്കില്ല ഒരു വിഷയം. അപ്പോൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അത് പ്രകാരം വിധി പറയേണ്ട കോടതികൾ, ന്യായാധിപരൊക്കെ പിന്നീട് നോക്കുന്ന ഒരു കാര്യമാണ് ഹദീസ്. ഈ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തി വെച്ചതാണ്. അപ്പോൾ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നബി എന്തൊക്കെ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്, എന്തൊക്കെ സമീപനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഹദീസ്. ഇജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇജ്മയും ഖിയാസും പണ്ഡിത വ്യാഖ്യാനങ്ങളും പണ്ഡിതരുടെ വിധി പ്രസ്താവനകളും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇത് 4 കൂടി ചേർന്നതാണ് ഇസ്ലാമിക് പേഴ്സണൽ ലോ, ഇസ്ലാമിക് ശരീഅത്ത് ലോ എന്ന് പറയുന്നത്. ഇത് അതാത് രാജ്യത്തെ ആചാരങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം ഇതിൽ, ഈ മുസ്ലിം പേഴ്സണൽ ലോയിലും ശരീഅത്ത് നിയമത്തിലൊക്കെ. അതുപോലെ തന്നെ സുന്നികൾക്കിടയിലും ഷിയാക്കൾക്കിടയിലും വ്യത്യാസം ഉണ്ടാവും. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം സ്ത്രീകൾക്ക് കോടതിയിൽ പോവാതെ വിവാഹമോചനം സാധ്യമാണോ എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം സമ്പ്രദായ പ്രകാരം സ്ത്രീകൾക്ക് കോടതിയിലൊന്നും പോകാതെ വിവാഹമോചനം സാധ്യമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണും. അതിൽ ഒന്നാണ് കുല്ല്. ഈ 2021 ജസ്റ്റിസ് മുഷ്താഖിൻ്റെ ഒരു വിധി വന്നിരുന്നു, കേരള ഹൈക്കോടതിയുടെ ഒരു വിധി. ആ വിധി പ്രകാരം എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടുള്ള വിവാഹമോചനങ്ങളെ കോടതിക്ക് അംഗീകരിക്കാമെന്നാണ് ആ വിധി വ്യക്തമാക്കുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം പേഴ്സണൽ ലോയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കോടതി പോവാതെ തന്നെ ഒരു സ്ത്രീക്ക് വിവാഹമോചനം ലഭിക്കാവുന്ന ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പറയുന്നുണ്ട്. ഈ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം വിവാഹമോചനത്തെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, പുരുഷൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന വിവാഹമോചനം. 2, സ്ത്രീയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന വിവാഹമോചനം. ഇതല്ലാതെ
ഒരു തരമുണ്ട് പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹമോചനം. പുരുഷൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന വിവാഹമോചനമാണ് ത്വലാഖ്. ആ ത്വലാഖ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. ത്വലാഖ് അല്ലാതെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും വിവാഹമോചനത്തിന് 3 തരത്തിൽ സാധ്യമാണ്. അത് കുല്ല് വഴി സാധ്യമാണ്, അത് ത്വലാഖ് തഫീസ് വഴി സാധ്യമാണ്, അത് മുബറാത്ത് വഴി സാധ്യമാണ്, അത് ഫസ്ക് വഴി സാധ്യമാണ്. ഇനി എന്താണ് ത്വലാഖ് തഫീസ്, എന്താണ് കുല്ല്, എന്താണ് ഫസ്ക് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് എടുത്തു പറ്റിയിട്ടുള്ള മഹറോ അല്ലെങ്കിൽ സ്വത്തോ എന്താണ് എടുത്തു പറ്റിയിട്ടുള്ളത് വെച്ചാൽ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒരു രീതിയാണ് കുല്ല് എന്ന് പറയുന്നത്. ഈ കുല്ലിനെ സംബന്ധിച്ചിട്ട് സൈറ ബാനു കേസിൽ 2017 സുപ്രീം കോടതി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യപ്പെടുണ്ടായി. അപ്പോൾ കുല്ലിനെ കുറിച്ച് പറയുന്നത്, കുല്ലിന് ഖുർആനിൽ അങ്ങനെ കൃത്യമായ പ്രൊസീജിയർ ഒന്നും പറയുന്നില്ല. ഒരു സ്ത്രീക്ക് കുല്ല് ചൊല്ലാം എന്നാണ് പറയുന്നത്. പിന്നെ ഹദീസിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഹദീസ് പ്രകാരം ഇതേപോലെ മുഹമ്മദ് നബിയുടെ അടുത്ത് പോയി ഒരു സ്ത്രീ എനിക്ക് കുല്ല് ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് നബി ആ സ്ത്രീയോട് മഹർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ പുരുഷൻ്റെ സമ്പാദ്യം എന്താണോ പുരുഷനിൽ നിന്ന് എടുത്തു പറ്റിയത് അതും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുഹമ്മദ് നബിയിൽ നിന്നുള്ള ഒരു സുന്നത്ത് വഴിയുള്ള ഒരു പ്രാക്ടീസ് എന്താ വെച്ചാൽ, ഈ കുല്ല് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് മധ്യസ്ഥന്മാർ മുഖാന്തരം റീസണബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിന് ശ്രമം നടത്തിയിട്ടുണ്ടായിരിക്കണം. ഒരു സ്ത്രീക്ക് കുല്ലിന് തുടക്കം കുറിക്കാവുന്ന ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ആ സ്ത്രീക്ക് ആ പുരുഷനുമായി ഭർത്താവുമായി ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് പൂർണ്ണമായി ബോധ്യം വരുന്ന സാഹചര്യത്തിലാണ് ഒരു സ്ത്രീക്ക് കുല്ല് ചെല്ലാനുള്ള അവകാശമുള്ളത്, കുല്ല് ചൊല്ലാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ കുല്ല് ചൊല്ലാൻ പോവുകയാണ്, എനിക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഭർത്താവിനോട് അറിയിക്കണം, മധ്യസ്ഥന്മാർ മുഖാന്തരം ചർച്ച ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ, ഭർത്താവിൽ നിന്ന് എന്താണോ എടുത്തു പറ്റിയിട്ടുള്ളത് അത് ഭർത്താവിന് തിരിച്ചു കൊടുക്കണം. മൂന്നാമത്തേതായിട്ടാണ് കുല്ല് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കുല്ലാണ് എല്ലാവരും ത്വലാഖ് പോലെ ധരിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം. കാരണം ത്വലാഖിന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് പുരുഷന് ഇഷ്ടമുള്ള സമയത്ത് 1 തലാഖ് 2 തലാഖ് മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിച്ച് യൂണിലാറ്ററായിട്ട് ബന്ധം അവസാനിപ്പിച്ച് പുരുഷന് ഇഷ്ടപ്പെട്ട പോലെ പുരുഷൻ പോവാറുണ്ടായിരുന്നു. മുസ്ലിം മതത്തിൻ്റെ ഉള്ളിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്ന വലിയൊരു ദുരാചാരം എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ തലാഖ് ചൊല്ലുക. തലാഖ് ചൊല്ലി 3 തലാഖ് ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം എന്താ സംഭവിക്കുക വെച്ചാൽ 3 തലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ വേറൊരാൾ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ഒരു ദിവസം താമസിച്ചെങ്കിൽ മാത്രമേ, എന്നിട്ട് അയാൾ തലാഖ് ചൊല്ലിയാൽ മാത്രമേ പിന്നെ ഇയാൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് വന്നിട്ടുണ്ട്. മുത്തലാഖ് ഒരു ക്രിമിനൽ ഒഫൻസ് ആക്കിയിട്ടുള്ള നിയമം വന്നിട്ടുണ്ട്. ഇപ്പോൾ മുത്തലാഖിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു തലാഖ് പോലെയുള്ള ഒരു സമ്പ്രദായമാണ് കുല്ല് എന്ന് ധരിച്ചു വെച്ച പലരുണ്ട്. തലാഖ് പോലുള്ളൊരു സമ്പ്രദായമല്ല. അടുത്തത് തലാഖ് തഫീസാണ്. ഈ തലാഖ് തഫീസ് ഭയങ്കര സാധാരണ നമ്മുടെ നാട്ടിലൊന്നും നടപ്പില്ലാത്ത ഒരു രീതിയാണ്. അതുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും വളരെ വിചിത്രമായി തോന്നാം. തലാഖ് തഫീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം ചെയ്ത സമയത്ത് തന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊരു കണ്ടീഷനിലെത്തുക, ഭാവിയിൽ ഇന്ന കാര്യങ്ങൾ, അവരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലൊരു കരാറാണല്ലോ. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ബന്ധം വേർപ്പെടുത്താനുള്ള അവകാശം എനിക്ക് തരണം. അത് ബന്ധം വേർപ്പെടുത്താനുള്ള അവകാശം ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് തലാഖു തഫീസ്, തലാഖു തഫീം എന്ന് ചില സ്ഥലത്ത് പറയും. ഇത് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ആണ് ചെയ്യേണ്ടത്. ഇത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിവാഹം കഴിക്കുന്ന സമയത്ത് ഭാര്യ പറയുകയാണ്, നിങ്ങൾ ഭാവിയിൽ വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ
തലാഖ് ചൊല്ലാനുള്ള അവകാശം എനിക്ക് തരണം, എനിക്കുണ്ടായിരിക്കും. അപ്പോൾ അയാൾ വേറെ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് തലാഖ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ നാട്ടിൽ സാധാരണ നടപ്പുള്ള ഒരു സമ്പ്രദായമല്ല, കുല്ലാണ് പണ്ട് മുതലേ നടത്തിപ്പോരുന്നത്. പിന്നെ അടുത്ത ഒരു വിവാഹമോചന രീതി മുബറാത്ത് എന്നാണ്. മുബറാത്തിൽ രണ്ടാളുകളും യൂണിലാറ്ററലായിട്ട് ഒരു തീരുമാനത്തിലെത്തുന്നതാണ് മുബറാത്ത് എന്ന് പറയുന്നത്. അത്തരം ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളുകൾക്കും തോന്നുകയാണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സിന് സാധാരണ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമൊക്കെ, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമൊക്കെ നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ രണ്ട് വിഭാഗം ആളുകൾക്കും തോന്നുകയാണ് ഈ ബന്ധം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഈ ബന്ധം പരമാവധി തകർന്നിട്ടുണ്ട് എന്ന് തോന്നി രണ്ടു കൂട്ടർക്കും കൂടി ബന്ധം വേർപിരിയാനുള്ള ഒരു ഓപ്ഷനാണ് മുബറാത്ത്. രണ്ടു കൂട്ടർക്കും കൂടി ഒരു കരാർ എഴുതിയിട്ട് അങ്ങനെ പിരിയാൻ പറ്റും. കോടതിയിൽ പോകാതെ വിവാഹമോചനം കിട്ടുന്ന 3 കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഒന്ന് തലാഖു തഫീസാണ്, ഒന്ന് കുലയാണ്, ഒന്ന് മുബറാത്താണ്. ഇനി പറയുന്നത് പോലെ അത്ര ഈസി ആയിട്ടൊരു സ്ത്രീക്ക് വിവാഹമോചനം നടത്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ തലാഖ് ചെല്ലുന്നത് പോലെ ചൊല്ലി വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിയാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളൊരു പ്രശ്നമാണിത്. നിയമത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇനി പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. തലാഖിൻ്റെ കാര്യത്തിൽ ഇന്ന് രാജ്യത്ത് അങ്ങനെ ആരെങ്കിലും ഒരു പുരുഷൻ തലാഖ് ചൊല്ലിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന് പോയി കഴിഞ്ഞാൽ ആ തലാഖും വെച്ചുകൊണ്ട് അയാൾക്ക് നടക്കാൻ പറ്റുമോ? അത് സ്വാഭാവികമായി അതിൻ്റെ പരിണത ഫലം എന്നുള്ള രീതിയിൽ ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ളൊരു തലാഖാണ് ചെല്ലുന്നത്. ഭാര്യയ്ക്ക് ആ തലാഖിനോട് സമ്മതമില്ല, ഭാര്യയ്ക്ക് വേണ്ട ഇദ്ദയും മത്താവും ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ സ്വാഭാവികമായിട്ടും ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. തൊലാഖിനെ അംഗീകരിക്കുന്നില്ല, ഇദ്ദ മത്താവ് തന്നിട്ടില്ല, അതുകൊണ്ട് ഈ തൊലാഖ് സ്വീകാര്യമല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ആ കേസ് ഫയലിൽ സ്വീകരിക്കും. എന്നിട്ട് തൊലാഖ് വാലിഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം കോടതി പരിശോധിക്കും. ഇതുപോലെ തന്നെയാണ് കുലയുടെ കാര്യത്തിലും മുബറാത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാവുക. ഈ രണ്ട് കൂട്ടർക്കും സമ്മതമാണെങ്കിൽ കോടതിയിൽ പോകേണ്ട കാര്യമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പിന്നീട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ മുബറാത്തിൻ്റെ വാലിഡിറ്റി, ഈ കുലയുടെ വാലിഡിറ്റിയൊക്കെ കോടതിയിൽ പരിശോധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഏതെങ്കിലും ഒരു പാർട്ടി കോടതിയിൽ പോയാൽ മതിയല്ലോ, ഒരു കേസായി. നമ്മൾ എന്താണോ കോടതിയിൽ പോകുന്നതിനെ ഭയപ്പെട്ടത്, ഈ സമയനഷ്ടമാണല്ലോ നമ്മൾ ഭയപ്പെട്ടത്, അതേ സംഗതി തന്നെ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 2021 ജസ്റ്റിസ് മുഷ്താഖിൻ്റെ ജഡ്ജ്മെൻറ്റിൽ കുറേ കൂടിയും ഈ കാര്യങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സുകൾ സംഭവിക്കുന്ന സമയത്ത് അത്തരം എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ കോടതികൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോടതിക്ക് അത് ശരിവെക്കാം. അപ്പോൾ എങ്ങനെയാണ് ശരിവെക്കുക? ഫാമിലി കോടതിയിൽ ഡിവോഴ്സ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇനി ഒരു മുസ്ലിം സ്ത്രീക്ക് ഫസ്ക് ചോദിച്ചുകൊണ്ട് എപ്പോഴൊക്കെ കോടതിയിൽ പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതെന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇത്തരം വീഡിയോകൾ കാണാനും ഇത്തരം കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കാനൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ നേരിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്. ഇത്രയും നേരം കേട്ടതിന് നന്ദി, നമസ്കാരം.